സ്പെഷ്യലായിട്ട് ഒരു നിസാമി ഹൈദരാബാദി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. അതിനുവേണ്ടി നമ്മളൊരു അരപ്പ് തയ്യാറാക്കി വെക്കണം. ആദ്യമായിട്ട് അതായത് തേങ്ങ എടുക്കുക, തേങ്ങയ്ക്ക് ഒരു 15 ബദാം ഇട്ട് കൊടുക്കുക, ഒരു 15 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുക, അതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് അരച്ചിട്ട് അവിടെ മാറ്റി വെക്കട്ടോ. എന്നിട്ട് ചിക്കൻ എടുക്കുക, ചിക്കനിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 1 കിലോ ചിക്കൻ ആയിട്ടുള്ളത്, അതിന് 200 ഗ്രാം തൈര് ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 2-3 പച്ചമുളക് നടു കീറിയിട്ട് അയക്കാണ്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അതാ ഒരു പിടി മല്ലിയിലും പുതിനയിലും കൂടെ എടുത്തതാണ് കേട്ടോ, ഒരു കൈപ്പിടിക്കുന്നുണ്ട്. പിന്നെ അതാ ഷാജീരകം ഒരു 3/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തുള്ളത്. പിന്നെ പട്ട, ഏലം, ഗ്രാമ്പു എല്ലാം കൂടെ ഒരു അല്പമായിട്ടാണ് ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്, അല്പം മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ സ്പെഷ്യൽ ഗരം മസാല ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ്. എന്നിട്ട് ഇത് അതിലേക്ക് 3 മീഡിയം സവാള നമ്മൾ ഫ്രൈ ചെയ്തെടുത്താണ് അത് അയക്കാണ്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ സവാള പൊരിച്ചെടുത്ത എണ്ണ ഒരല്പം അയക്കാണ്ട് ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ട് ഇത് എല്ലാം കൂടെ കൈകൊണ്ട് നല്ല രീതിയിൽ കുഴച്ച് മിക്സാക്കി ആ ചിക്കനിലൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ പിടിക്കുന്ന രീതിയിലാക്കിയിട്ട് ഒരു 2 മണിക്കൂർ അവിടെ വെച്ചോളി. 1 മണിക്കൂറെങ്കിലും ചുരുങ്ങിയേ വെക്കണം കേട്ടോ. എന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷം അതിലേക്ക് ഇതാ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം അരച്ച് വെച്ച അരപ്പില്ലേ അത് ഇതിക്കണ്ട് ഒഴിച്ചു കൊടുക്കട്ടോ. എന്നിട്ടൊരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഹൈദരാബാദിൽ ഇതിൽ പാലിൽ സാഫ്രോൺ ചേർത്തിട്ടാണ് ഒഴിക്കുക. അങ്ങനെ ചെയ്താൽ സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോഴാണ് ശരിക്ക് ഇതൊരു സാഫ്രോൺ ചിക്കനായിട്ട് മാറുക. എന്നിട്ട് ഇതെല്ലാം കൂടി കുഴച്ച് മിക്സാക്കിയിട്ട് ആ അരപ്പൊക്കെ എല്ലായിടത്തും എത്തിയതിന് ശേഷം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ അടുപ്പിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. ഒരു 20 മിനിറ്റ് ആയാൽ മതി കേട്ടോ, നല്ല രീതിയിൽ വെന്ത് കിട്ടും. ഈ ഒരു ഐറ്റം സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വയ്ക്കും. പൊറാട്ടയ്ക്കൊക്കെ സൂപ്പർ ഒരു ഐറ്റമാണ്.